നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ജോസ് കെ മാണി ആവശ്യപ്പെടുന്ന 13 സീറ്റ് നൽകാൻ ഇടതുമുന്നണി സന്നദ്ധമായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജോസ് കെ മാണി 13 സീറ്റാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 9 സീറ്റുകൾ ലഭിക്കുകയും അതിൽ 5 വിജയിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ 13 സീറ്റ് തങ്ങൾക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ 13 സീറ്റുകൾക്ക് തങ്ങൾക്ക് അർഹതയുണ്ട് എന്ന വാദമാണ് ജോസ് കെ മാണി ഉയർത്തുന്നത്. ആ 13 സീറ്റിൽ 12 സീറ്റെങ്കിലും ഉറപ്പായി LDF നൽകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ജോസ് കെ മാണിയുമായി ഇനി അങ്ങനെ ഉടക്കി പിരിയുന്ന ഒരു അവസ്ഥാവിശേഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാൻ പിണറായി വിജയൻ CPM ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പിണറായിയുടെ തന്നെ നിർദ്ദേശപ്രകാരം 12 സീറ്റെങ്കിലും, 13 നിയമസഭാ സീറ്റാണ് ചോദിച്ചതെങ്കിലും 12 സീറ്റ് ഉറപ്പാണ് എന്ന അവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. 12 സീറ്റ് ലഭിച്ചാൽ തങ്ങൾ 8 വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ജോസ് കെ മാണിക്കുള്ളത്. ആ ആത്മവിശ്വാസം ജോസ് കെ മാണിക്ക് മാത്രമേ ഉള്ളൂ. സഭയും ജനങ്ങളും ഒക്കെ കൈവിട്ട പാർട്ടിക്ക് ഇനി എത്ര MLA ഉണ്ടാകുമെന്ന് കണ്ടറിയണമെന്നാണ് ജോസ് കെ മാണിയുടെ വിശ്വസ്തരായവർ തന്നെ അടക്കം പറയുന്നത്. ഏതായാലും പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് ജോസ് കെ മാണി എന്താവശ്യപ്പെടുന്നതോ അത് കണ്ണടച്ച് അങ്ങ് നൽകാനാണ്. അല്ലെങ്കിൽ 13 സീറ്റ് ആവശ്യപ്പെടുകയും പഴയ സീറ്റുകൾ തന്നെ നൽകുകയും ചെയ്താൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണി വിട്ടേക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാഴ്ച മുമ്പ് വിട്ടാൽ ഒരുപക്ഷെ റോഷി അഗസ്റ്റിനൊന്നും എതിർപ്പുണ്ടാവുകയുമില്ല. അതുകൊണ്ട് ജോസ് കെ മാണി ഒരു കാരണവശാലും ഇടതുമുന്നണി വിടാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ അവസരം സംജാതമാക്കണമെന്നാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് ജോസ് കെ മാണി ചോദിക്കുന്നുവോ അത് കൊടുക്കാൻ താൻ തയ്യാറാണെന്നുള്ള സൂചന പിണറായി വിജയൻ നൽകി കഴിഞ്ഞു. ഏതായാലും ജോസ് മോന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. UDF ചെന്നെങ്കിൽ അവർക്ക് 13 സീറ്റ് കിട്ടുമായിരുന്നു. LDF നിന്നാലും 13 സീറ്റ് കിട്ടുന്ന അവസ്ഥയാണ്. കാരണം UDF ജോസ് കെ മാണിയെ അവിടേക്ക് തിരിച്ചു ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാലാ സീറ്റ് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം വരെ അവർ നൽകി കഴിഞ്ഞു. ഇനിയിപ്പോൾ മാണി സി കാപ്പനെ പിടിച്ച് പുറത്താക്കിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ മാണി സി കാപ്പന് വേറെ സീറ്റ് നൽകിയിട്ടാണെങ്കിൽ പോലും പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാമെന്നുള്ള ഉറപ്പ് വരെ UDF കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അപ്പോഴാണ് റോഷി അഗസ്റ്റിനെ പിടിച്ച് പിണറായി വെട്ടിയത്. അങ്ങനെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഇടതുമുന്നണി തന്നെ നിൽക്കും, താൻ മാത്രം UDF പോകേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോഴാണ് പതിയെ ജോസ് കെ മാണി കളം മാറ്റി ചവിട്ടിയത്. അങ്ങനെയാണ് താൻ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചത്. ഏതായാലും ജോസ് കെ മാണിയെ ഒരു കാര്യത്തിലും നിരാശപ്പെടുത്തരുത്. ചോദിച്ച സീറ്റ് 13 സീറ്റല്ലെങ്കിൽ 12 സീറ്റെങ്കിലും ഉറപ്പായിട്ട് നൽകാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് ജോസ് കെ മാണി ആവശ്യപ്പെടുമോ അത് നൽകി LDF അവരെ പിടിച്ചു നിർത്തണമെന്നാണ് പിണറായി വിജയന്റെ ആഗ്രഹം. കാരണം അദ്ദേഹം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ CPM നിന്ന് ഏറെക്കുറെ ചോർന്നു പോയിരിക്കുന്നു. ഭൂരിപക്ഷ സമുദായങ്ങളെ മറ്റുള്ള ചില നീക്കങ്ങൾക്ക് CPM ശ്രമിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി ജോസ് കെ മാണിയെ കൂടി പറഞ്ഞുവിട്ടാൽ പൂർണ്ണമായും ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഒഴുകിപ്പോകുമെന്ന് പിണറായിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ജോസ് കെ മാണിയെ എന്ത് വിലയെടുത്തും കൂടെ നിർത്തിക്കൊണ്ടുള്ള നീക്കമാണ്. അതുകൊണ്ട് 13 12 എത്ര സീറ്റുകൾ ജോസ് കെ മാണി ചോദിച്ചാലും അത് നൽകാൻ താൻ സന്നദ്ധനാണ് എന്ന ഒരു ഉറപ്പാണ് പിണറായി വിജയൻ ഇപ്പോൾ ജോസ് കെ മാണിക്ക് നൽകിയിരിക്കുന്നത്.